സാമ്രാജ്യവും ഒറ്റ ദിവസം കൊണ്ടുണ്ടായിട്ടില്ല. വിപിനിൽ നിന്ന് വിഭയിലേക്കുള്ള ദൂരവും ഒരു ദിവസം കൊണ്ട് താണ്ടിയതല്ല. തൻ്റെ ഉള്ളിലെ സ്ത്രീയെ അടക്കി വച്ച നാളുകൾ, ഒടുവിൽ അമ്മയോട് പറഞ്ഞ ദിവസം, ഒറ്റയ്ക്കായപ്പോഴുണ്ടായ മാനസിക സംഘർഷങ്ങൾ. അമ്മയോട് ഞാൻ ഇത് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ആദ്യം അമ്മയ്ക്ക് ഭയങ്കര ഒരു എന്താ സംഭവം അതിശയം, കുറേ ക്വസ്റ്റ്യൻസും ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ വിഷമമൊന്നും എന്നെ അങ്ങനെ കാണിച്ചില്ല. പക്ഷെ അമ്മ പറഞ്ഞത് എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയണം, എനിക്കറിയില്ല, അപ്പം അതിനെപ്പറ്റി കൂടുതൽ വായിക്കണം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യും. എൻ്റെ അടുത്ത് ആദ്യം എന്നെ കൊണ്ട് പ്രോമിസ് ചെയ്ത് ഒരിക്കലും നീ എന്നെ വിട്ട് ഇവിടെ നിന്ന് പോകരുത്. ആദ്യമൊന്നും അച്ഛന് പിന്തുണയ്ക്കാനായില്ല, പക്ഷേ പിന്നെ കൂടെ നിന്നു. പിന്നെ അച്ഛനും ഇതുപോലെ തന്നെ ആദ്യം ഭയങ്കര എഗെയിൻസ്റ്റ് ആയിട്ടായിരുന്നു. പിന്നെ മെല്ലെ മെല്ലെ അച്ഛനും മനസ്സിലാക്കി. ഇപ്പോൾ അച്ഛനാണ് എനിക്ക് പേര് മാറ്റാനും അങ്ങനെ ഗസറ്റ് നോട്ടിഫിക്കേഷൻ കൊടുക്കാനും ഒക്കെ അച്ഛനാണ് കൂടെ വന്നത്. ഒരർത്ഥത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വച്ച് തന്നെയാണ് വിഭ ജന്മം എടുക്കുന്നത്. ഉള്ളിൽ ഭയം കൊണ്ട് അടക്കിപ്പിടിച്ച തൻ്റെ സത്വത്തെ തുറന്നു കാട്ടാൻ പഠിപ്പിച്ചിടാം. തല ഉയർത്തിപ്പിടിച്ചു നടക്കാനും ആത്മാഭിമാനത്തിൻ്റെ കനൽ ആളിക്കത്തിക്കാനും പറഞ്ഞു തന്നിടാം. കോളേജിൽ വളരെ നല്ലൊരു പൊളിറ്റിക്കലി നല്ലൊരു ഫോർവേഡായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു കോളേജും യൂണിയനും കോളേജ് സ്റ്റുഡൻസും ഒക്കെ തന്നെ ആയിരുന്നു. എല്ലാ വിഭാഗക്കാരുടെയും അല്ലെ എല്ലാത്തിനും ശബ്ദം ഉയർത്തുന്ന ഒരു കോളേജ് തന്നെ ആയിരുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജ്. എനിക്ക് ഭയങ്കര പാമ്പറിങ് തന്നെയായിരുന്നു കോളേജിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പേഷ്യൻസിൻ്റെ ഭാഗത്തുനിന്നൊന്നും ഒരു രീതിയിലുള്ള ഡിസ്ക്രിമിനേഷനോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും എനിക്ക് ഇതുവരെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അവരൊക്കെ നമ്മുടെ ഉള്ളിലെ ഡോക്ടറിനെയാണ് കാണുന്നത് എന്ന് എനിക്ക് തോന്നുന്നത്. AV മുകേഷിനൊപ്പം ഗോകുൽ VS, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്. തത്സമയം ഗോകുൽ VS ഉണ്ട്. ഗുഡ് മോർണിംഗ് ഗോകുൽ. വിഭയുടെ ഈ മാറ്റം ഉണ്ടല്ലോ, വളരെ സന്തോഷത്തോടുകൂടി മാത്രമേ നമുക്കൊക്കെ കാണാൻ കഴിയുന്നുള്ളൂ, അറിയാൻ കഴിയുന്നുള്ളൂ, മനസ്സിലാക്കാൻ കഴിയുന്നുള്ളൂ. ഏതായാലും ഈ യാത്രയിലുടനീളം ഒരുപാട് ബുദ്ധിമുട്ടുകളും വിഭയ്ക്ക് ഉണ്ടായിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടും ഒരു ട്രാൻസ് പേഴ്സൺ രൂപപ്പെടുന്നത് ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലൂടെയാണ്. നമ്മുടെ സമൂഹം ഇപ്പോഴും അവരെ നോക്കിക്കാണുന്നത് മറ്റൊരു തരത്തിലൊക്കെയാണ്. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുമുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് ഈ റിപ്പോർട്ട് വിഭയെ കാണുമ്പോഴും ഈ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോഴൊക്കെ എനിക്ക് തോന്നിയൊരു കാര്യം, നമ്മുടെ സമൂഹം കുറേ ഒക്കെ മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ ഇനിയും മാറാനുണ്ട് എങ്കിലും കുറേയൊക്കെ മാറിയിരിക്കുന്നു, ഇവരെ അംഗീകരിക്കാനൊക്കെ തന്നെ തയ്യാറാകുന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം വിഭ പറഞ്ഞൊരു കാര്യം, തനിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും നേരിട്ടില്ല എന്നുള്ളതാണ്. അത് നമുക്ക് വളരെ സന്തോഷം തോന്നിയൊരു കാര്യമാണ്. കാരണം പല ട്രാൻസ് പേഴ്സൺസും അവരുടെ പഠനകാലത്തിൽ പഠനം ഉപേക്ഷിക്കേണ്ട സാഹചര്യത്തിലേക്കൊക്കെ നീങ്ങാറുണ്ട്. അവിടെ നേരിടുന്ന വിവേചനങ്ങളോ അങ്ങനെ പലരും പറഞ്ഞു കേട്ടിട്ടൊക്കെയുണ്ട്. പക്ഷേ എന്നാൽ വിഭയ്ക്ക് നേരെ മറിച്ച് നല്ലൊരു അനുഭവം അവിടെ ഉണ്ടായി എന്നുള്ളത് വളരെയധികം സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം ആ രീതിയിലേക്കൊക്കെ നമ്മുടെ പുതുതലമുറ മാറുന്നു എന്നുള്ളതാണ്. അമ്മ ആദ്യം അമ്മയ്ക്ക് വിഷമമായെങ്കിലും അമ്മ പിന്നീട് സപ്പോർട്ടായി നിന്നു. അച്ഛനും കുറേയൊക്കെ വിഷമമുണ്ടായിരുന്നു, ദേഷ്യമുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ മാറി. അപ്പോൾ അങ്ങനെ വീട്ടുകാരും ഈ ഒരു അനുകൂല നിലപാടെടുത്തതോടെയാണ് വിഭയ്ക്ക് ഈ രീതിയിലൊക്കെ മുന്നേറാൻ കഴിഞ്ഞതും ഒരു ഡോക്ടർ ആവാൻ കഴിഞ്ഞതും. ഇനി അടുത്തതായി PGക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിൽ കൂടിയാണ്. നിലവിലിപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് വിഭ, അതേസമയം തന്നെ PGക്ക് പോകാനുള്ള ഒരു തയ്യാറെടുപ്പിൽ കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ജീവിതത്തിലെ തൻ്റെ കരിയർ വൈസായാലും ഒരു വലിയ ഉയർച്ചയോടൊപ്പം തന്നെ അതൊരു സമൂഹത്തിനാകെ തന്നെ ഒരു മാതൃകയാകുന്ന രീതിയിലും സമൂഹത്തിനാകെ തന്നെ ഒരു സന്ദേശം നൽകുന്ന രീതിയിലേക്കൊക്കെ മാറ്റാൻ കഴിയുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം.